പിതാവേ, അങ്ങെനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17:4 രണ്ടാമത്തെ ഭാഗം. I have finished the work which thou gavest me to do. ഇത് ധ്യാനിക്കുവാനും പ്രായോഗികമാക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ വാക്യം ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ നോക്കിയപ്പോൾ, ഐ ഹാവ് ഗ്ലോറിഫൈഡ് യു ഡൗൺ ഹിയർ ഓൺ ദി എർത്ത് ബൈ കംപ്ലീറ്റിംഗ് ദ വർക്ക് ദാറ്റ് യു ഗേവ് മീ ടു ഡു. ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തിയത് നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികയ്ക്കുന്നതിലൂടെയാണ്. അസൈൻമെൻറ്റ് നമുക്കെല്ലാവർക്കും ദൈവം തരുന്നുണ്ട്. അത് പൂർത്തിയാക്കുന്നതിലൂടെയാണ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. I have glorified you down here on the earth by completing the work that you gave me to do. നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചതിലൂടെ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് എത്ര വർഷമാണെന്ന് പറയാൻ കഴിയുന്നവരാരുമില്ല. 50, 80, 90, 100 ഒക്കെ ആവട്ടെ. അതിൻ്റെയൊന്നും ടൈമിങ്ങിനെ കുറിച്ച് പറയാനുള്ള പ്രാപ്തിയൊന്നും നമുക്കില്ല. പക്ഷെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്, പൗലോസ് പറഞ്ഞിട്ടുണ്ട്, യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സമയം തീർന്നതിനെക്കുറിച്ച് അവർക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു. ഈ സമയത്തിനുള്ളിൽ നമ്മളെ ഏൽപ്പിച്ചത് ചെയ്തു എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാവണം. ഏൽപ്പിക്കാത്തതൊന്നും ചെയ്യണ്ട, അത് ചെയ്താൽ ഗുണത്തിന് പകരം ദോഷമാണ്. ഏൽപ്പിച്ചത് ചെയ്തു എന്ന ഉറപ്പും പ്രാഗൽഭ്യവും ഉണ്ടെങ്കിൽ ജീവിതം ധന്യമായി. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ഭൂമിയിൽ ഞാൻ ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന ആ വേല, ആ ദൗത്യം, ആ ശുശ്രൂഷ ചെയ്ത് തീർത്ത് അതിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റാരെ പോലെയും ആകാൻ ഞങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ. ഏൽപ്പിച്ചത് മാത്രം ചെയ്യുവാനായിട്ട് സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ ആമേൻ.